ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോർലിക്സ് വെച്ചുകൊണ്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ടോ ഈസി ആയിട്ടോ ഒരു ഡെസേർട്ട് തയ്യാറാക്കാമെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഒട്ടും ലാഗടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഹോർലിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏത് ഹോർലിക്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഫ്ലേവേർഡ് ആയിട്ടുള്ള ഹോർലിക്സ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ നോർമൽ ഹോർലിക്സ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ ആണ്. അതും ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് അല്പം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് തരികളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ കറക്കി എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടിക്കോളും. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. 250 ml കപ്പിൽ ഒരു 2 കപ്പ് പാല് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ എന്നിട്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓൾറെഡി ഹോർലിക്സിൽ മധുരമുള്ള കാരണം നമുക്ക് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ ആവശ്യാനുസരണം നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറവായാലും കുഴപ്പമൊന്നുമില്ല. ഹോർലിക്സിൽ ഉള്ളതുകൊണ്ട് ബാലൻസ് ആയിക്കോളും. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹോർലിക്സ് കോൺഫ്ലോർ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ വേണ്ടത്. ആ സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോകും. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതാ നമുക്ക് ഏകദേശം നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി വെക്കാം. ഞാനൊരു ചില്ലിൻ്റെ ബൗളാണ് ഇവിടെ സെറ്റാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ആ ബൗളിലേക്ക് നമുക്ക് ഈ ചൂടോട് കൂടെ തന്നെ ഈ മിക്സ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ചില്ലിൻ്റെ ബൗളായതുകൊണ്ട് തന്നെ നമുക്ക് ചൂടോട് കൂടെ സെർവ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇനി നമുക്കതൊരു റൂം ടെമ്പറേച്ചറിലാവുന്നത് വരെ പുറത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാവുന്നതാണ്. ഒരു 8 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് അലങ്കാര പണികളാവാം കേട്ടോ. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഇതാ നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കുന്ന രീതിയിലല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, നമ്മളത് കോരി കഴിക്കുന്ന രീതിയിലാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്ന രീതിയിലാവണമെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കോൺഫ്ലവർ മിക്സ് ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ തീർച്ചയായും ഇത് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ ഒന്ന് പോവുക. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.